BSSC IT-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഉള്ള പ്രോബ്ലംസിൻ്റെ സോൾവിങ് ആണ്. ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാപ്റ്ററിൻ്റെ തിയറി ക്ലാസ്സുകൾ ഞാനൊരു 5 പാർട്ടുകളായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ദയവ് ചെയ്ത് കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിലോട്ട് മുന്നോട്ട് പോവുക. കാരണം അത് കണ്ടിട്ടില്ല എങ്കിൽ ഇത് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം ഈ ക്ലാസ്സിൻ്റെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന ചാപ്റ്ററിൻ്റെ 5 പാർട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് അറ്റംപ്റ്റ് ചെയ്യുക. ഈ ചോദ്യങ്ങളിൽ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ വാർഷിക പരീക്ഷ തുടങ്ങിയ ഒരു പരീക്ഷ നടന്നിട്ടുള്ളൂ. ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് 2014 ശേഷം നടന്ന OMR ടൈപ്പ് ഒരു ചോദ്യവും 4 ഓപ്ഷൻസ് വരുന്ന മോഡലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആദ്യം കാണുന്ന ചോദ്യം കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. അപ്പം ഈ ചോദ്യം പറയുന്നത് ദ ഹീറ്റ് ഓഫ് സൺ ദാറ്റ് ട്രാവൽസ് ത്രൂ ദ സ്പേസ് ടു എർത്ത് ഈസ് കോൾഡ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഗ്രാവിറ്റേഷൻ. വേറെ ഒന്നുമില്ല, സൂര്യനിൽ നിന്ന് ഭൂമിയിലോട്ട് ഹീറ്റ് താപം എത്തുന്നത് ഈ പറയുന്നതിൽ ഏത് വഴിയിലൂടെയാണ്? നമ്മൾ ഹീറ്റ് ട്രാൻസ്മിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന 3 മെത്തേഡ്സാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഗ്രാവിറ്റേഷൻ ഒരിക്കലും വരത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി 3 മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും വഴി മാത്രമേ ഹീറ്റ് ട്രാവൽ ചെയ്യത്തുള്ളൂ. ഗ്രാവിറ്റേഷൻ ഓൾറെഡി തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം കണ്ടക്ഷനാണോ കൺവെക്ഷനാണോ റേഡിയേഷൻ ആണോ എന്നാണ് നോക്കേണ്ടത്. ഞാൻ ഈ ഹീറ്റ് ട്രാൻസ്ഫർ പഠിപ്പിച്ച ആ ഒരു ഭാഗത്ത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഭൂമിക്കും സൂര്യനും ഇടയിലും വാക്വമാണുള്ളത്, അതായത് ഒന്നുമില്ല, അവിടെ ഒരു മീഡിയം ഇല്ല. സോ ഒരു മീഡിയം ആവശ്യമില്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഏത് വഴി മാത്രമേ നടക്കത്തുള്ളൂ? റേഡിയേഷൻ വഴി മാത്രമേ നടക്കത്തുള്ളൂ. കണ്ടക്ഷൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് സോളിഡ്സിലാണ്. അതിൻ്റെ സോളിഡ് മീഡിയം അത്യാവശ്യമാണ്. കൺവെക്ഷനിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ, ഈ കണ്ടക്ഷൻ വഴി നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിന് ഒരു സോളിഡ് മീഡിയം ആവശ്യമാണ്. കൺവെക്ഷൻ വഴി നടക്കുന്ന ഒരു ഹീറ്റ് ട്രാൻസ്ഫറിന് ഒരു ഫ്ലൂയിഡ് മീഡിയം ആവശ്യമാണ്. ഒരു ഫ്ലൂയിഡ് മീഡിയം ആവശ്യമാണ്. കണ്ടക്ഷൻ വഴി നടക്കുന്നതിന് സോളിഡ് മീഡിയം ആവശ്യമാണ്. കൺവെക്ഷൻ വഴി നടക്കുന്നതിന് ഒരു ഫ്ലൂയിഡ് മീഡിയം ആവശ്യമാണ്. ഓക്കെ, ഫ്ലൂയിഡ് മീഡിയം ഇല്ലെങ്കിൽ കൺവെക്ഷൻ നടക്കില്ല. കണ്ടക്ഷന് സോളിഡ് മീഡിയം വേണം. എന്നാൽ ഒരു മീഡിയം ആവശ്യമില്ല. നമ്മുടെ ഭൂമിയും സൂര്യനും ഇടയ്ക്കുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംറ്റിയാണ്. അവിടെ ഒന്നുമില്ല, ഒരു മാറ്ററും ഇല്ല, ഒരു ദ്രവ്യവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു മീഡിയം ഇല്ലാത്തടത്തൂടെ ഹീറ്റ് കടന്നു വരാൻ പറ്റുന്ന ഒരേ ഒരു വഴിയുള്ളൂ, അത് റേഡിയേഷനാണ്. സോ സൂര്യനിൽ നിന്ന് ഭൂമിയിലോട്ട് ഹീറ്റ് ട്രാവൽ ചെയ്തെത്തുന്നത് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ വഴിയാണ്. ഇനി അടുത്ത ചോദ്യം, ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ് എക്സ്പാൻഡ് വെൻ ദേ ആർ സബ്ജക്റ്റഡ് ടു ഹീറ്റ്. ദിസ് പ്രിൻസിപ്പിൾ വർക്ക് ഇൻ ഡാഷ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹീറ്റ് ഒരു ഫ്ലൂയിഡിലോട്ടോ ലിക്വിഡിലോട്ടോ അല്ലെങ്കിൽ ഒരു സോളിഡിലോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ആ വസ്തുക്കൾ എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ ഈ ഒരു മെത്തേഡ്, ഈ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അതായത് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വസ്തു എക്സ്പാൻഡ് ചെയ്യുമെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏത് ഇൻസ്ട്രുമെൻ്റാണ് ഈ 4 ഏത് ഇൻസ്ട്രുമെൻ്റാണ് ആ ഒരു മെത്തേഡ് വെച്ചിട്ട് ആ ഒരു പ്രിൻസിപ്പിളിനെ, കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നതെന്നാണ്. ഇതിൽ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇത് ടെമ്പറേച്ചർ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെർക്കുറി തെർമോമീറ്ററുകളാണ് എന്ത് വെച്ച് പ്രവർത്തിക്കുന്നത്? ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ സോളിഡ്സ്, എന്ത് സാധനമാണെങ്കിലും അത് ഹീറ്റ് കിട്ടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുമെന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ച് പ്രവർത്തിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് എന്ത്? തെർമോമീറ്റർ. തെർമോമീറ്ററിൻ്റെ ഉള്ളിലുള്ള മെർക്കുറിക്ക് ഹീറ്റ് കിട്ടുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് അത് ഈ മെർക്കുറി തെർമോമീറ്ററിലൂടെ ഉയർന്നു വരുന്നത്. അത് ഞാൻ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തെർമോമീറ്ററാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ ഇൻ
റെയ്മർ സ്കെയിൽ ഈസ് ഡാഷ്. സോ നമ്മൾ 4 ടെമ്പറേച്ചർ സ്കെയിലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെൽഷ്യസ് സ്കെയില് അല്ലെങ്കിൽ സെൻറ്റിഗ്രേഡ് സ്കെയില്, കെൽവിൻ സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, അവസാനം പഠിച്ചത് റെയ്മർ സ്കെയിലാണ്. ഇത് ഞാൻ ടെമ്പറേച്ചർ സ്കെയിൽസ് പഠിപ്പിച്ച ഭാഗത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പഠിച്ചായിരുന്നു റെയ്മർ സ്കെയിലിലാണെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ, അതായത് ഐസ് ഉണ്ടാവുന്നത് 0 റെയ്മറിലാണ്, എന്നാൽ വെള്ളം തിളയ്ക്കുന്നത് 80 റെയ്മറിലാണ്. സോ ഇതിൻ്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 റെയ്മറാണ്. ഇതിൻ്റെ ഉത്തരം 80 റെയ്മറാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. 0 മുതൽ 80 വരെയാണ്. 0 ആണ് മെൽറ്റിംഗ് പോയിൻ്റ്. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ റെയ്മർ സ്കെയിലിൽ പറയുകയാണെങ്കിൽ 80 ആണ്. അത് രണ്ടും പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്ത് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടെമ്പറേച്ചർ സ്കെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ. അതായത് 4 ടെമ്പറേച്ചർ സ്കെയിലുള്ളതിൽ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ സ്കെയിലുള്ള ടെമ്പറേച്ചർ തരും, അതിനുശേഷം അതിനെ മറ്റൊരു സ്കെയിലോട്ട് മാറ്റാൻ പറയും. അപ്പം അതാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കൺവേർട്ട് 27 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു ഡാഷ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ പൂർണ്ണമായിട്ടുള്ള ഐഡിയ കിട്ടണമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസും കൂടെ വായിച്ച് നോക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഏത് ടെമ്പറേച്ചറിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഈ ക്വസ്റ്റ്യനുമായിട്ടനുബന്ധിച്ചിട്ട് ഇതിനെ ഈ ഡിഗ്രി സെൽഷ്യസ് 27 ഡിഗ്രി സെൽഷ്യസിനെ ഏത് ടെമ്പറേച്ചർ സ്കെയിലോട്ടാണ് മാറ്റണതെന്ന് ഇവിടെ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ഇവിടെ തന്നെ പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷനും കൂടെ ഒന്ന് വായിച്ച് നോക്കുക. ഓപ്ഷൻ വായിച്ച് നോക്കുമ്പോൾ മെയിനായിട്ട് വരുന്ന ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 300 കെൽവിനുണ്ട്, 375 കെൽവിനുണ്ട്, 430 കെൽവിനുണ്ട്, 225 കെൽവിനുണ്ട്. സോ ഇവിടെ നമുക്ക് എന്തില്ല, കെൽവിൻ എന്നുള്ള സംഭവം പറയത്തില്ല. ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനോട് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 27 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിൻ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കഴിയുന്നവർ ഈ വീഡിയോ ഒന്ന് പേഴ്സ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്ന സൊല്യൂഷൻ എന്ത് ചെയ്യുക ഒന്ന് കാണുക. സോ ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റാനാണ്. ഏത് ടെമ്പറേച്ചർ സ്കെയിൽസിനെ എങ്ങോട്ട് മാറ്റണമെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു ഫോർമുലയുള്ളൂ. അത് ഞാനിവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്. C/100 ഈക്വൽ ടു F-32/180 ഈക്വൽ ടു K-273/100 ഈസ് ഈക്വൽ ടു R/80. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോർമുലയിൽ തന്നെ ഡിനോമിനേറ്ററുകളെല്ലാം, ഇവിടെ ഡിനോമിനേറ്റർ 100 ഉള്ളത്, ഇവിടെ ഡിനോമിനേറ്റർ 180 ഉള്ളത്, ഇവിടെ ഡിനോമിനേറ്റർ 100 ഉള്ളത്, ഇവിടെ ഡിനോമിനേറ്റർ 80 ഉള്ളത്. ഈ എല്ലാ ഡിനോമിനേറ്ററുകളെയും ഈ എല്ലാ ഛേദങ്ങളെയും നമ്മൾ 20 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ആ സിംപ്ലിഫൈ ചെയ്ത രൂപമാണ് ഞാനിവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. ഇതേ സാധനത്തിൻ്റെ ഇതേ ഫോർമുലയുടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപമാണ് ഞാനത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കോളത്തിൻ്റെ അകത്ത് വരച്ച് കാണിച്ചിട്ടുള്ളത്. അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 100/20 ചെയ്യുമ്പോൾ 5 കിട്ടും, 180/20 ചെയ്യുമ്പോൾ 9 കിട്ടും, 100/20 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 5 കിട്ടും, 80/20 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 4 കിട്ടും. എല്ലാ ഇക്വേഷനെ ഒരുമിച്ച് 20 കൊണ്ട് ഭാഗിച്ചു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. സോ ഇതിൻ്റെ ഈ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപം മാത്രം പഠിച്ചു വെച്ചേക്കുക. മറ്റത് പഠിച്ചില്ലായാലും കുഴപ്പമില്ല. ഈ ആദ്യം കിടക്കുന്നത് പഠിച്ചില്ലായാലും കുഴപ്പമില്ല. ഈ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഞാനതൊന്നും കൂടെ ഒന്ന് വായിക്കാം. C/5 ഈക്വൽ ടു F-32/9 ഈക്വൽ ടു K-273/5 ഈക്വൽ ടു R/4. ഇതാണ് ഫോർമുല. ഈ ഫോർമുല എല്ലാവരും മെമ്മറൈസ് ചെയ്ത് വെച്ചിരുന്നേ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് കൺവേർഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസും കെൽവിനും വരുന്നത്. സോ ഈ ഫോർമുലയിൽ ഡിഗ്രി സെൽഷ്യസിനെ സൂചിപ്പിക്കുന്നത് C ആണ്, കെൽവിനെ സൂചിപ്പിക്കുന്നത് K ആണ്, ഫാരൻഹീറ്റിനെ സൂചിപ്പിക്കുന്നത് F ആണ്, റെയ്മർ സ്കെയിലിനെ സൂചിപ്പിക്കുന്ന R ആണ്. ഞാൻ ഒന്നും കൂടെ പറയാം. ഡിഗ്രി സെൽഷ്യസിനെ സൂചിപ്പിക്കുന്നത് C ആണ്, ഫാരൻഹീറ്റ് സ്കെയിലിനെ സൂചിപ്പിക്കുന്നത് F ആണ്, കെൽവിൻ സ്കെയിലിനെ സൂചിപ്പിക്കുന്നത് K ആണ്, റെയ്മർ സ്കെയിലിനെ സൂചിപ്പിക്കുന്നത് R ആണ്. സോ ഇവിടെ നമ്മൾ ഏതിനൊക്കെ മാത്രമേ കൺവേർട്ട് ചെയ്യേണ്ടതുള്ളൂ, സിനെയും കെനെയും മാത്രം കൺവേർട്ട് ചെയ്യേണ്ടതുള്ളൂ. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഈ ഫോർമുലയിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിൻ്റെയും കെൽവിൻ്റെയും ടേം മാത്രം എടുത്ത് എഴുതുക. ഡിഗ്രി സെൽഷ്യസിൻ്റെ ടേം ഇത് അവിടെ കിടപ്പുണ്ട് C/5, കെൽവിൻ്റെ ടേം ഇവിടെ കിടപ്പുണ്ട്
കെ മൈനസ് 273/5. ഇതിനെ രണ്ടിനെയും മാത്രം ഐസൊലേറ്റ് ചെയ്യുക. ഇതിനെ രണ്ടിനെയും മാത്രം എടുത്തത് ഇവിടെ താഴെ എഴുതുക. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇത് സിയുടെ ടേം C/5 ഈക്വൽ ടു കെ മൈനസ് 273/5. സോ ഈ ഫോർമുലയിൽ നിന്ന് തന്നെയാണ് നമ്മളിത് കണ്ടെത്തുന്നത്. പക്ഷേ നമുക്ക് ഈ ഫോർമുലയിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഒരേ സമയം ഉപയോഗിക്കേണ്ട കാര്യമില്ല. സിയുടെ കാര്യവും അതുപോലെ തന്നെ കെയുടെ കാര്യവും മാത്രം നമ്മളിവിടെ എന്ത് ചെയ്താൽ മതിയാവും, ഉപയോഗിച്ചാൽ മതിയാവും. അതുകൊണ്ട് തന്നെ എല്ലാം എടുത്തെഴുതേണ്ട. സിയുടെ ഭാഗവും കെയുടെ ഭാഗവും മാത്രം എടുത്തെഴുതിയാൽ മതിയാവും. സോ ഇനി നമുക്കറിയാം ഇവിടെ തന്നേക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ് തന്നേക്കുന്നത്. എത്ര ഡിഗ്രി സെൽഷ്യസ് തന്നേക്കുന്നത്? 27 ഡിഗ്രി സെൽഷ്യസ് തന്നേക്കുന്നത്. സോ സി സമയം എന്തെന്ന് എടുക്കുക? 27 എടുക്കുക. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കെ ആണ്, അല്ലെങ്കിൽ കെൽവിനിലുള്ള ടെമ്പറേച്ചറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ക്വസ്റ്റ്യൻ മാർക്കാണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ സി ആണ് നമുക്കിവിടെ തന്നേക്കുന്നത് അതിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുക. ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസിലാണ് തന്നേക്കുന്നതെങ്കിൽ സി സമം 27 എടുക്കുക. ഇനി അതേസമയം ഫാരൻ ഹീറ്റിലാണ് തന്നിരുന്നതെങ്കിൽ എഫ് സമം തന്നേക്കുന്ന വാല്യൂ എടുക്കുമായിരുന്നു. ഇവിടെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിനാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ സി സമം 27 എന്ന് എടുക്കും. കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഈ C/5 ഈക്വൽ ടു കെ മൈനസ് 273/5 വന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി ഒന്ന് ജസ്റ്റ് ഇതിനൊന്ന് റിവേഴ്സ് ചെയ്യുക. നമുക്കറിയാം എ സമം ബി ആണെങ്കിൽ എ ബിക്ക് തുല്യമാണെങ്കിൽ ബി എന്തിനും തുല്യമായിരിക്കും? എയ്ക്കും തുല്യമായിരിക്കും. അത് നമുക്കറിയാമെന്നുള്ള പ്രിൻസിപ്പിളാണ്. ഇതിന് തുല്യമാണെങ്കിൽ ഈ സാധനം ഇതിന് തുല്യമാണെങ്കിൽ ഈ സാധനം ഇതിന് തുല്യമായിരിക്കും. സോ C/5 ഈക്വൽ ടു കെ മൈനസ് 273/5 ആണെങ്കിൽ കെ മൈനസ് 273/5 സമം C/5 ആയിരിക്കും. ഇതിന് തുല്യമാണെങ്കിൽ ഈ സാധനം ഇതിന് തുല്യമാണെങ്കിൽ തിരിച്ചുമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായിരിക്കും. സോ ഞാൻ ഇതിനെങ്ങനെ കെ മൈനസ് 273/5 ഇടത് സൈഡിലും C/5 വലത് സൈഡിലും കൊണ്ടുപോകേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം, അതായത് ഇവിടെ കെ, അതിനെ ഇടത് സൈഡിൽ ഇട്ടിരിക്കുന്നതാണ് നല്ലത്. അതാണ് എനിക്ക് എളുപ്പം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവും. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കണ്ടുപിടിക്കേണ്ട സാധനം ഇടത് സൈഡിൽ തന്നെ ഇട്ടിരിക്കുക. അറിയാമെന്നുള്ള സാധനം വലത് സൈഡിൽ ഇട്ടേക്കുക, അതാണ് നല്ലത്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു കാര്യങ്ങളൊക്കെ അറിയാം. കെ മൈനസ് 273/5 ഈക്വൽ ടു C/5. ഇവിടെ സിയുടെ സ്ഥാനത്ത് അതിൻ്റെ വാല്യൂ അങ്ങ് കൊടുക്കുക. ഓക്കെ, അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ചെറിയൊരു എളുപ്പ വഴിയുണ്ട്. ഈ ഇക്വേഷനിൽ തന്നെ ഡിനോമിനേറ്ററിൽ രണ്ടിലും 5 വരുന്നത്. അതുകൊണ്ട് ഒരു ഇക്വേഷന് രണ്ട് സൈഡിൽ ഒരു പുറത്ത് സാധനം വരണമെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ആ 5 ഇവിടെ ക്യാൻസൽ ചെയ്യുക. പിന്നെ ബാക്കി വരുന്നത് കെ മൈനസ് 273 സമം എന്തെന്ന് വരും? സി എന്ന് വരും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം കെ ആണ്. സോ ആ സാധനം ഈ ഇക്വേഷൻ്റെ ഏത് സൈഡിലാണ് നടക്കുന്നത്? ആ സാധനം ഈ ഇക്വേഷൻ്റെ ഇടത് സൈഡിലാണ് കിടക്കുന്നത്, വലത് സൈഡിൽ സി ആണ് കിടക്കുന്നത്. സോ ഈ ഇടത് സൈഡിൽ കിടക്കുന്ന കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഈ മൈനസ് 273 ഈ മൈനസ് 273 ഇക്വേഷൻ്റെ വലത് സൈഡിലോട്ട് കൊണ്ടുപോവുക. ഈ മൈനസ് 273 ഇക്വേഷൻ്റെ വലത് സൈഡിലോട്ട് കൊണ്ടുപോവുക. നമുക്കറിയാം ഇടത് സൈഡിൽ പ്ലസ് ചെയ്തേക്കുന്ന സാധനം മൈനസ് ചെയ്തേക്കുന്ന സാധനം വലത് സൈഡിൽ പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. അതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇടത് സൈഡിൽ മൈനസ് ചെയ്തേക്കുന്ന സാധനം ഇപ്പുറത്ത് പോയപ്പോൾ പ്ലസ് 273 ആയി. കെ സമയം എന്താവും? സി പ്ലസ് 273 ആവും. സി നമുക്കറിയാം 227. സോ അതവിടെ കൊടുക്കുക. 300 കെൽവിൻ. 27 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ എന്ന് കിട്ടും? 300 കെൽവിൻ എന്ന് കിട്ടും. കെയുടെ വാല്യൂ എത്ര കിട്ടും? 300 എന്ന് കിട്ടും. 27 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 300 കെൽവിൻ. ഞാനിത് ഒന്നും കൂടെ ഒന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫോർമുല. C/5 ഈക്വൽ ടു F മൈനസ് 32/9 ഈക്വൽ ടു കെ മൈനസ് 273/5 ഈക്വൽ ടു R/4. ഇതിൽ നമുക്കിവിടെ ചെയ്യേണ്ടത് 27 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ടാണ് മാറ്റേണ്ടത്. സോ സിയും എഫും വരുന്ന കാര്യങ്ങൾ മാത്രം താഴെ എടുത്ത് എഴുതുക. ബാക്കി വേണ്ട. സിയും കെയും വരുന്ന സാധനം, സി ആണ് സെൽഷ്യസ്, കെ ആണ് കെൽവിൻ. സിയുടെയും കെയുടെയും ഭാഗങ്ങൾ മാത്രം താഴെ എടുത്തെഴുതുക. ബാക്കിയൊന്നും ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഈ ഫോർമുലയുള്ള എഫിൻ്റെ ടേം ആറിൻ്റെ ടേം നമുക്കിവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതിനങ്ങ് ഒഴിവാക്കുക. സോ C/5 ഈക്വൽ ടു കെ മൈനസ് 273/5 എന്ന് കിട്ടും. ഇനി ഇതിനൊന്ന് ജസ്റ്റ് റിവേഴ്സ് ചെയ്യുക.
ഇത് ഈ സാധനം ഇതിന് തുല്യമാണെങ്കിൽ ഈ സാധനം ഇതിനും തുല്യമായിരിക്കും. അതിന് മുമ്പേ ഇത് ഒരു ഇക്വേഷനാണ്, കാരണം സമചിഹ്നം കിടക്കുന്നുണ്ടല്ലോ. ഈ സമചിഹ്നത്തിൻ്റെ ഇടത് ഭാഗത്തിന് വരുന്നതിന് LHS അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ ഇടതുവശം എന്ന് പറയും. സമത്തിൻ്റെ വലത് ഭാഗത്ത് വരുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയും. ഇടതുവശം ഇക്വേഷൻ്റെ ഒരു ഇടതുവശം ഉണ്ടാവും, ഒരു വലതുവശം ഉണ്ടാവും. ഇത് ഇടതുവശമാണ്, ഇത് വലതുവശമാണ്. സോ എപ്പോഴും നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം ഇവിടെ K ആണ്. എപ്പോഴും കണ്ടുപിടിക്കേണ്ട സാധനം ഇക്വേഷൻ്റെ ഇടത് സൈഡിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക, അതാണ് നല്ലത്. അറിയാമെന്നുള്ള സാധനം വല സൈഡിലിട്ടേക്കുക. ഇവിടെ ഞാൻ ഈ 5നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത് ഇടത് സൈഡിലും വല സൈഡിലും 5 ഡിനോമിനേറ്ററിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. അത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് K - 273 C എന്ന് കിട്ടും. ഇവിടെ കണ്ടുപിടിക്കേണ്ട സാധനം K ആണ്. കണ്ടുപിടിക്കേണ്ട സാധനത്തിനെ ഒറ്റപ്പെടുത്തുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ എന്ത് ചെയ്യുക, ഒറ്റയ്ക്കാക്കുക. ഇവിടെ ഒറ്റയ്ക്കാക്കാൻ, ഈ Kനെ ഒറ്റയ്ക്കാക്കാൻ വേണ്ടി ഇവിടെ തടസ്സമായിട്ടിരിക്കുന്ന -273 ആണ്. ഇതൊരു ഇക്വേഷനാണ്. നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ഇതിനെ ഒറ്റയ്ക്കാക്കാൻ വേണ്ടി ഈ -273 അങ്ങ് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ -273 ഇടത് സൈഡിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും, വലത് സൈഡിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോഴും നമ്മൾ കുറേ ആലോചിക്കേണ്ട കുറച്ച് ഒരു തത്വങ്ങളുണ്ട്. ഇടത് സൈഡിൽ മൈനസ് ചെയ്തേക്കുന്നത് വലത് സൈഡിൽ പോയാൽ പ്ലസ് ആവും, ഇടത് സൈഡിൽ പ്ലസ് ചെയ്തേക്കുന്നത് വലത് സൈഡിൽ പോയാൽ മൈനസ് ആവും. പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ ഇവിടെ K - 273 എന്താണ്, C. ഈ -273 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് ചെയ്തേക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, പ്ലസ് ആയിട്ട് മാറും. അതാണ് ഇവിടെ K എന്താവുന്നത്. പിന്നെ ഈ K - 273 ആണ് ഇടത് സൈഡിലുണ്ടായിരുന്നത്, C മാത്രമാണ് വലത് സൈഡിലുണ്ടായിരുന്നത്. ഈ -273 വലത് സൈഡിലോട്ട് ചാടി. ഇനി ഇടത് സൈഡിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി K മാത്രമേ ഉണ്ടാവുള്ളൂ. വലത് സൈഡിൽ ഈ -273 പോകുമ്പോൾ +273 ആവും. സിയുടെ വാല്യൂ നമുക്കറിയാം 27. 27 + 273 എന്ന് പറഞ്ഞാൽ 300 എന്ന് കിട്ടും. സോ 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിനാണ്, 300 കെൽവിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഹീറ്റ് ഈസ് ദ എനർജി ഇൻ ട്രാൻസിഷൻ വിച്ച് ഫ്ലോസ് ബൈ വിർച്യൂ ഓഫ് ഓപ്ഷൻ എ ഗ്രാവിറ്റി, ഓപ്ഷൻ ബി ടെമ്പറേച്ചർ ഡിഫറൻസ്, ഓപ്ഷൻ സി കൈനറ്റിക് എനർജി, ഓപ്ഷൻ ഡി ഡെൻസിറ്റി. ഈ ക്വസ്റ്റ്യൻ ഇപ്പം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ പോലും ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കി നോക്കുക. ഈ ഓപ്ഷനിൽ ഗ്രാവിറ്റി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ട്. നമുക്കറിയാം ഏതാണ് ഹീറ്റുമായിട്ട് ഏറ്റവും ബന്ധമുള്ളത്. ഹീറ്റുമായിട്ട് ഏറ്റവും ബന്ധമുള്ളത് ടെമ്പറേച്ചറാണ്. അതാണ് അതിൻ്റെ ആൻസർ എന്ന് ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്കത് ആൻസർ കണ്ടെത്താൻ പറ്റും. സോ എന്നാലും ഞാനിതിൻ്റെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹീറ്റ് ഇസ് ദ എനർജി. ഹീറ്റ് എന്ന് പറയുന്ന എനർജി എന്തിൻ്റെ കാരണമാണ് ഫ്ലോ ചെയ്യുന്നത്. ഞാൻ ഹീറ്റ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഹീറ്റ് എന്ന് പറഞ്ഞ എനർജിയുടെ ഒരു ഫോമാണ്. ഹീറ്റ് എന്ന് പറഞ്ഞ എനർജിയുടെ എന്ത് ഫോമാണ്, ബാക്കിയുള്ള ഫോമുകളിൽ നിന്ന് ഈ ഹീറ്റിനെ വ്യത്യസ്തമാക്കുന്ന എന്താണ്, ടെമ്പറേച്ചറാണ്. ഹീറ്റിനെ ബാക്കിയുള്ള ഫോമുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് ടെമ്പറേച്ചറാണ്. കാരണം ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം മൂലം ഒഴുകുന്ന എനർജിയാണ്. ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം അല്ലാതെ ഒഴുകുന്ന ഒരു എനർജിയും നമുക്ക് ഹീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം മൂലം ഒഴുകുന്ന എനർജികളെ മാത്രമാണ് എന്തെന്ന് പറയുക, ഹീറ്റ് എന്ന് പറയുക. സോ ബാക്കിയുള്ള ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഈ 4 തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഒറ്റപ്പെട്ടത്, അതാണ് ചോദ്യം. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ആദ്യം വരുന്നത് ആക്സലറേഷൻ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. നമുക്കറിയാം കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇത് മൂന്നും എന്താണ്, ഹീറ്റിൻ്റെ ട്രാവൽ ചെയ്യാനുള്ള വഴികളാണ്. ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വഴികളാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. സോ ഇതിൽ നമുക്ക് ഒരു ബന്ധമില്ലാത്ത സാധനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സലറേഷനാണ്. ആക്സലറേഷന് ഹീറ്റുമായിട്ട് ഒരു ബന്ധമില്ല. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചേഴ്സ്. താഴെ തന്നേക്കുന്ന ഓപ്ഷൻസിലുള്ളതിൽ ഏതാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാത്തത്. തെർമിസ്റ്റർ ടെമ്പറേച്ചർ മെഷർ ഉപയോഗിക്കും, ഗീസർ അതോടെ എന്നോട്ടെ, പൈറോമീറ്റർ വലിയ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്, തെർമോമീറ്ററും ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്. സോ ഇതിൽ ഒറ്റപ്പെട്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീസറാണ്. ഗീസർ ടെമ്പറേച്ചർ മെഷർമെൻറ്റായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് നോട്ട് എ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ആദ്യത്തെ ഓപ്ഷൻ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് വാട്ടർ, രണ്ടാമത്തെ ഓപ്ഷൻ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ, മൂന്നാമത്തെ ഓപ്ഷൻ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് കോപ്പർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ ഇത് ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ താഴെ തന്നേക്കുന്ന ഓപ്ഷനിൽ ഏതാണ്
ടെമ്പറേച്ചറിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ സ്കെയിൽസ് പഠിച്ചപ്പോഴേ പഠിച്ചായിരുന്നു. ഫ്രീസിങ് പോയിൻ്റ് ഓഫ് വാട്ടറും ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടറും 2 സ്റ്റാൻഡേർഡുകളാണ്. ആ 2 സ്റ്റാൻഡേർഡുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ സ്കെയിൽസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഈ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് കോപ്പർ എന്ന് പറയുന്ന സാധനം ഒരു സ്റ്റാൻഡേർഡ് അല്ല, ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ല. അതാണ് നമ്മുടെ അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത് വീണ്ടും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു ഡാഷ്. ഈ ക്വസ്റ്റ്യൻ വായിച്ച് തീർന്നതിന് ശേഷം സ്വന്തമായിട്ട് ഇതൊന്ന് ചെയ്യാൻ നോക്കുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്ന സൊല്യൂഷൻ നോക്കുക. 40 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു ഡാഷ്. ഇനി ഈ 40 ഡിഗ്രി സെൽഷ്യസിനെ ഏത് ടെമ്പറേച്ചർ സ്കെയിലോട്ട് കൊണ്ടുപോകണമെന്ന് അറിയണമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കുക, അല്ലാതെ അത് അറിയാൻ പറ്റത്തില്ല. സോ ഓപ്ഷൻ എ 0 ഫാരൻഹീറ്റ്, ഓപ്ഷൻ ബി 32 ഫാരൻഹീറ്റ്, ഓപ്ഷൻ സി 104 ഫാരൻഹീറ്റ്, ഓപ്ഷൻ ഡി 148 ഫാരൻഹീറ്റ്. സോ ഇതിൽ നമുക്ക് മനസ്സിലാവും ഡിഗ്രി സെൽഷ്യസിനെ എന്തിലോട്ട് മാറ്റാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഫാരൻഹീറ്റിലോട്ട് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റണം. നമ്മുടെ നേരത്തെ ഫോർമുല ഉണ്ട്, C/5 ഈക്വൽ ടു F-32/9 ഈക്വൽ ടു K-273/5 ഈക്വൽ ടു R/4. ആ ഫോർമുലയിൽ നിന്ന് ഇവിടെ സിയും എഫും മാത്രമാണ് വരുന്നത്. സോ സിനെയും എഫിനെയും ബന്ധിപ്പിക്കുന്ന 2 ഭാഗങ്ങൾ മാത്രം എടുക്കുക. സിയുടെ ഭാഗം C/5 ആണ്, എഫിൻ്റെ ഭാഗം F-32/9 ആണ്. അത് മാത്രം എടുത്ത് എഴുതുക. മറ്റത് ബാക്കിയുള്ളതൊന്നും വേണ്ട. കെയുടെ ആറിൻ്റെ ടേം വേണ്ട, സിയുടെ ടേം എടുത്ത് എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ എഫിൻ്റെ ടേം എടുത്ത് എഴുതുക. സോ ഇവിടെ നമ്മുടെ അടുത്ത് 40 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ 40 തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട് 40, എഫ് ആണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനൊന്ന് ഇടത് സൈഡിലോട്ട് എടുത്തിടുക, സിൻ്റെ ടേമിനെ ഒന്ന് എന്ത് ചെയ്യുക, വല സൈഡിലോട്ട് എടുത്തിടുക. അത് വേറെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് അങ്ങനെ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ, വേറെ തെറ്റൊന്നുമല്ല. കാരണം ഇതിന് തുല്യമാണെങ്കിൽ ഇതിനും തുല്യമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര തുല്യമായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടെന്നുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അതാണ് എൻ്റെ ഒരു കാര്യം. ഇനി F-32/9 ഈക്വൽ ടു 40/5 അറിയാമെന്നുള്ള വാല്യൂ എടുത്ത് കൊടുക്കുക. സിയുടെ വാല്യൂ എത്രയാണ്, 40 എന്ന് നമുക്കറിയാം, അതിനെടുത്ത് അതിൻ്റെ സ്ഥലത്ത് കൊടുക്കുക. സോ F-32/9 ഈക്വൽ ടു 40/5 എത്രയാണ്, 45 കൊണ്ട് ഭാഗിച്ചാൽ 8 എന്ന് കിട്ടും. ഇനി അടുത്ത് എപ്പോഴും നമ്മൾ അറിഞ്ഞൂടാത്ത സാധനം ഇവിടെ നമുക്ക് എന്താണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട അല്ലെ, അറിഞ്ഞൂടാത്ത സാധനം എന്താണ് ഈ ഇക്വേഷനിൽ. ഇതൊരു ഇക്വേഷനാണ്, കാരണം സമചിഹ്നം കണ്ടല്ലോ, ഇതൊരു ഇക്വേഷനാണ്. ഇതിൽ നമുക്ക് അറിഞ്ഞൂടാത്ത സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ ഐസൊലേറ്റ് ചെയ്യണം. എഫ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണം. എഫിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. ഈ എഫിൻ്റെ കൂടെ കിടക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, എഫിൻ്റെ കൂടെ കിടക്കുന്ന 2 സാധനങ്ങളേ ഉള്ളൂ. ഒന്ന് 32 ആണ്, 2 9 ആണ്. ഈ 9 എഫോട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അതിനെ സമത്തിൻ്റെ വലത് ഭാഗത്തോട്ട് കൊണ്ടുപോകുമ്പോൾ, സമത്തിൻ്റെ വലത് ഭാഗത്ത് 8 മാത്രമേ ഇപ്പോഴുള്ളൂ, അതിനെ കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സമത്തിൻ്റെ ഇടതുനിന്ന് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന ഒരു സാധനം വലത് പോകുമ്പോൾ ഡിവിഷൻ ആവും, ഡിവൈഡ് ചെയ്തേക്കുന്ന ഒരു സാധനം വലത് ഭാഗത്ത് പോകുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെ 9 ഡിവൈഡ് ചെയ്തേക്കാണ്, ഇത് വലത് ഭാഗത്തോട്ട് പോകുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. നിങ്ങൾക്കിത് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പിനുണ്ടായ വ്യത്യാസം മനസ്സിലാക്കുക. ഇടത് സൈഡിൽ കിടന്ന 9 എന്ത് ചെയ്യും, വല സൈഡിലോട്ട് പോയി, കണ്ടോ. സോ ഇടത് സൈഡിൽ ഡിവൈഡ് ചെയ്തേക്കുന്ന 9 വല സൈഡിലോട്ട് പോയപ്പോൾ എന്തായി, മൾട്ടിപ്ലിക്കേഷനായി. സോ F-32 സമം 8 × 9. 8 × 9 നമുക്ക് ചെയ്യാവുന്ന ആൻസറാണ് 72. സോ F-32 സമം എന്താണ്, 72. ഇനി ഇടത് സൈഡിൽ എഫിനെ ഒറ്റയ്ക്കാക്കാൻ വേണ്ടി പ്രശ്നമായിട്ടിരിക്കുന്ന ആളാരാണ്, 32 ആണ്. 32 എഫോട്ട് എന്ത് ചെയ്തേക്കാണ്, മൈനസ് ചെയ്തേക്കാണ്. അത് സമത്തിൻ്റെ വലത് ഭാഗത്ത് പോകുമ്പോൾ എന്താവും, പ്ലസ് ആവും. 72നെയും 32നെയും കൂട്ടി എന്ത് കിട്ടും, 104 കിട്ടും. സോ 40 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 104 ഫാരൻഹീറ്റ്. ആ ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. അടുത്ത ചോദ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ എ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഇതേ സെൻറ്റൻസിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത്, ടെമ്പറേച്ചറാണ്. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി, ഒരു വസ്തു എത്രത്തോളം ചൂടാണ് അല്ലെങ്കിൽ തണുപ്പാണെന്ന് പറഞ്ഞു തരുന്ന ആരാണ്, ടെമ്പറേച്ചറാണ്. അത് ഡയറക്റ്റായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുകയാണ്. ടെമ്പറേച്ചറാണ് ഇതിൻ്റെ ആൻസർ. ഒരു വസ്തു എത്ര ഹോട്ടാണ് എത്ര തണുപ്പാണെന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ ടെമ്പറേച്ചറാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് വാട്ടർ. എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്, വെള്ളം തണുത്ത് ഐസാവുന്ന ടെമ്പറേച്ചർ എത്രയാണ്. ഇതൊരു പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. സോ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് 0 ഡിഗ്രി സെൽഷ്യസാണ്. വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസും വെള്ളം ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്, 0 ഡിഗ്രി സെൽഷ്യസാണ്. ഇനി
അടുത്ത ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. റേഡിയേഷൻ പൈറോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ അപ് ടു ഡാഷ്. റേഡിയേഷൻ പൈറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 350 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറുകൾ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് തെർമോമീറ്റർ, മെർക്കുറി തെർമോമീറ്റർ. ഇനി പൈറോമീറ്ററാണ് വലിയ ടെമ്പറേച്ചറുകൾ 3000 ഡിഗ്രി സെൽഷ്യസ് ഉൾപ്പെടെയുള്ള വരെ. ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 3000 എന്നുള്ള വാല്യൂ പറഞ്ഞു തന്നിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. 3000 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? പൈറോമീറ്റർ. ഇതിൻ്റെ ഉത്തരം സി ആണ്, 3000 ആണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഡയറക്റ്റായിട്ട് ഫോർമുല തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർമുല അതുപോലെ എടുത്ത് ചോദിച്ചേക്കാണ്, വേറെ വ്യത്യാസം ഒന്നുമില്ല. സോ ചോദ്യം ഇതാണ്: ചൂസ് എമംഗ് ദ ഫോളോയിങ് ഫോർമുലാസ് ദ കറക്റ്റ് വൺ ഫോർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഗ്രീസ് ഓഫ് സെൻറ്റിഗ്രേഡ് ടു ഫാരൻഹീറ്റ്. താഴെ തന്നേക്കുന്നതിൽ സെൽഷ്യസ് സ്കെയിലിനെയും അല്ലെങ്കിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലിനെയും ഫാരൻഹീറ്റ് സ്കെയിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏത് കറക്റ്റ് ഓപ്ഷനാണ്? സോ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. C/100 = F-32/9. നേരത്തെ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ ആൻസർ കിട്ടും. നമ്മളെ ഫോർമുല എന്തായിരുന്നു? C/100 = F-32/180 K-273/100 R/80. സോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ ഡയറക്റ്റായിട്ട് കിട്ടും. ഏതാണോ ആൻസർ? ഓപ്ഷൻ എ. സോ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആണ്, ശ്രദ്ധിക്കുക. ഫോർമുല തന്നെ ഡയറക്റ്റായിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക.